എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 18 ആണ്. പെങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു കവിയാണ്. അപ്പം ഇത് സാഹിത്യ മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള കവിയാണ് ONV കുറുപ്പ് അല്ലേ. അദ്ദേഹത്തിൻ്റെ 1991 പ്രസിദ്ധീകരിച്ച അപരാഗ്നം എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ഒരു പെങ്ങൾ എന്ന കവിത. അപ്പം നമുക്കിതൊന്ന് വായിക്കാം. അപ്പം ഈ ഒരു പെങ്ങൾ എന്ന കവിതയുടെ ആശയം പറയുന്നത് സ്ത്രീയെ കുറിച്ചിട്ടാണ്. സ്ത്രീ പല കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു പോരുന്ന പല യാതനകളെ കുറിച്ചിട്ടാണ് ഒരു സഹോദരൻ എന്ന നിലയിൽ കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കവിത നോക്കാം. എൻ്റെ കൈത്തണ്ടിലീ രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിൻ അശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ, ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരുപോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്ന നിൻ നിൽപ്പൂ മൗനവും തുള്ളികളായി അങ്ങടർന്ന നിൻ ദുഃഖവും എൻ്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവ പോലും ഈ രാഖിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവൾ. അപ്പോൾ ഈ ഒരു ലൈൻസിൽ എന്താണ് പറയുന്നത്? അതായത് കവി ഫസ്റ്റ് പറയാണ് അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടിയിൽ കെട്ടിയിരിക്കുന്ന രാഖി ചരട് അല്ലേ. രാഖി എന്തിൻ്റെ പ്രതീകമാണ്? സഹോദര സ്നേഹത്തിൻ്റെ അല്ലേ. അപ്പം എന്താണ് ആ ഒരു രാഖി ചരട് നോക്കി പറയാണ്. ഇതെന്താണ്? ആ ഒരു രാഖി ബന്ധിച്ച് മിണ്ടാതെ നിൽക്കുകയാണോ ഉള്ളത് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇപ്പം പിന്നീട് എന്താ പറയുന്നത്? പിന്തിരിഞ്ഞെങ്ങോ നടന്നു പോകുന്നു അല്ലേ. അത് എന്താണ്? പിന്തിരിഞ്ഞ് നടക്കുകയാണോ നീ ഇപ്പം ചെയ്യുന്നത്? നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് അവർ പറയുന്നത്. നിന്നശ്രു ബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞു പോകുന്നു. അതായത് കവിക്കിപ്പം പ്രതീതമാകുകയാണ് ഈ ഒരു കുട്ടിയുടെ, ആ ഒരു സ്ത്രീയുടെ കണ്ണുനീര് അല്ലേ. ആ ഒരു കണ്ണുനീര് വീണ സ്ഥലം നീറിപ്പുകയാണ് ചെയ്യുന്നത്. ആരാണ് നീ എന്ന് ഞാൻ ചോദിച്ചതില്ല എന്ന് അല്ലേ. അവരാരാന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ആ ഒരു സ്ത്രീ കവിയോട് അവരുടെ പേര് പോലും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു വല്ലായ്മയാർന്ന നിൽപ്പ് അല്ലേ, എന്തോ ഒരു ദുഃഖം പേറിയിട്ടാണ് ആ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത്. അവളുടെ മൗനവും അവളുടെ ദുഃഖവും ഒക്കെ കോർത്തിണക്ക് നോക്കുമ്പോൾ കവിക്ക് മനസ്സിലാവുകയാണ് എന്താണ് ആ ഒരു സ്ത്രീ അയാളുടെ പെങ്ങളാണെന്ന് അല്ലേ. പെങ്ങൾ എന്ന ബോധം കവിയിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ലൈൻസിൽ പറയുന്നത്. എൻ്റെ കൂടെ പിറപ്പോ നീ ഒരേ രക്തം എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എൻ്റേതുമാണെന്ന നേരിൻ ചുടർവെട്ടം എൻ്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ. അപ്പം എന്താണ് നെക്സ്റ്റ് കവി പറയുന്നത്? നീ എൻ്റെ കൂടെപ്പിറപ്പാണെങ്കിൽ, എൻ്റെ കൂടെപ്പിറപ്പോ നീ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ എൻ്റെ ഒരേ രക്തമാണെങ്കിൽ, ഒരേ രക്തം എന്ന് പറയുന്നത് എന്താണ്? നീ എൻ്റെ കൂടെപ്പിറപ്പാണോ? എൻ്റെ രക്തമാണെങ്കിൽ പെങ്ങളെ നിൻ്റെ എല്ലാ ദുഃഖങ്ങളും എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ അല്ലേ. നിനക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും നിനക്ക് എന്ത് അപമാനം ഉണ്ടായാലും അതൊക്കെ എന്താണ്? എൻ്റേത് കൂടെയാണെന്ന ബോധം കവിയുടെ ഉള്ളിലേക്ക് വരികയാണ് അല്ലേ. അല്ലെങ്കിൽ അതിലൊക്കെ പങ്കും തനിക്കും ഉണ്ടെന്നാണ് കവിയുടെ പറയുന്നത്. അപ്പം എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കവിയുടേത് കൂടെയാണെന്ന് പറയുന്നു. നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഈ ഒരു നിശബ്ദ ദുഃഖം പേറി പടിയിറങ്ങുന്ന നിന്റെ എന്ത് മൗനമാണെങ്കിൽ പോലും അതെന്താണ്? ഇങ്ങനെ തട്ടിത്തകരുന്ന അല്ലേ. സ്ഫടികപാത്രം പോലെ, ആ ഒരു ഗ്ലാസ് പോലെ എന്താണ്? പൊട്ടിച്ചിതറുന്നുണ്ട് അല്ലേ. അവളുടെ മനസ്സിൽ എന്താണ്? എന്തെല്ലോ ദുഃഖം പേറിയിട്ടാണ് ആ ഒരു സ്ത്രീയോടെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ പെങ്ങളായിരിക്കെ നിനക്ക് എന്ത് ദുഃഖമുള്ളതാണെങ്കിലും അത് എൻ്റേത് കൂടെയാണെന്ന് കവി തിരിച്ചറിയാണ് ചെയ്യുന്നത് ഈ വരികളിൽ. ദുഃഖവും രോക്ഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെയോ ഓരോരോ തിരയായി വന്നെൻ്റെ വൃത്തിൽ അലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. അപ്പോൾ ഇവിടെ എന്താണ്? നിന്റെ എല്ലാ ദുഃഖങ്ങളായാലും എന്ത് രോഷങ്ങളായാലും അതിൻ്റെ നഷ്ടബോധത്തിൻ്റെ ഗതി കിട്ടാതെ അലയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു നിസ്സഹായതായിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, അത് ഓരോന്നും അലയടിക്കുന്നത് എവിടെയാണ്?
കവിയുടെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും അത് സത്യമാണ്. ഇതിങ്ങനെ അലയടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി ഇതാരാണ്, എൻ്റെ പെങ്ങളാണ് അല്ലേ. സ്വന്തം രക്തത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ വേദന മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ കവി പറയണ, ശരിക്കും നിൻ്റെ എല്ലാ ദുഃഖങ്ങളും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ്, നീ എൻ്റെ പെങ്ങള് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അവരുടെ എല്ലാ ദുഃഖസ്മൃതികളൊക്കെ ഹൃദയത്തിൽ വന്ന് ഉറക്കി വിളിച്ച് പറയാണ് അല്ലേ. കവിയുടെ ഹൃദയത്തിൽ വന്ന് പറയാണ് ആരാണ്, ഇവൾ നിന്റെ പെങ്ങളാണെന്ന്. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയിരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടു ചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം മാരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. അപ്പോൾ എന്താണ് ഈ ഒരു 6 വരികളിലായിട്ട് പറയുന്നത്? അതായത് പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം സമകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ അല്ലെങ്കിൽ കള്ളക്കഥയെ കുറിച്ചിട്ടാണ് അല്ലെ പറയുന്നത്. അതായത് നമുക്കറിയാം പാചകവാതക കുറ്റി അല്ലെ അല്ലെങ്കിൽ ഗ്യാസിന് തീ പിടിച്ചിട്ട് മരണപ്പെടുന്ന എത്രയോ സ്ത്രീകളെ കുറിച്ചിട്ട് കവി ഇവിടെ പറയാണ് ചെയ്യുന്നത് അല്ലെ. ഇതൊക്കെ എന്താണ്, ചിലപ്പോൾ ആ ഒരു അവളുടെ വീട്ടിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന യാതനകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെ. ഇതൊക്കെ ഒരു തരത്തിൽ ആ ഒരു പെണ്ണിനെ എന്താണ് ചൂഷണം ചെയ്യുന്നതാണ്. ഇവിടെ കവിയും അതാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഇത്തരത്തിൽ പാചകവാതക എന്താണ് പൊട്ടിത്തെറിച്ചുണ്ടാവുന്ന ആ ഒരു മരണപ്പെടുന്ന സ്ത്രീയെ കുറിച്ച് ഇവിടെ ഓർക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് വെറും ഒരു വാർത്തയായി മാറുന്നത് അല്ലേ. ശരിക്കും അതെന്താണ്, മരിച്ചു കഴിഞ്ഞാൽ വാർത്തയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ട് കവി ഇവിടെ പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ. ഇപ്പം എന്താണ് നമുക്ക് ബലാത്സംഗം ഒക്കെ ഉണ്ടാവില്ലേ, ബലാത്സംഗത്തിന് ഇരയാവുന്ന പെൺകുട്ടികൾ എത്രയോ പേരുണ്ട് അല്ലേ ഈ ഇടയ്ക്ക്. അപ്പം ഈ ഒരു ബലാത്സംഗത്തിന് ഇടയാവുന്ന പെൺകുട്ടികളെ കൂടെ ഇവിടെ പറയുന്നുണ്ട്. യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ. ആരാന്റെ ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പുരുഷന്റെ അല്ലേ അവരുടെ ബലാത്കാരം ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച് ഇവിടെ കവി ഓർക്കുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, പിന്നെ ആണെങ്കിൽ ഒരു ചായ കപ്പ് പോലെ വലിച്ചെറിഞ്ഞ് കളയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടേണ്ടതെന്നാണ്. ചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം മാരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ അല്ലേ. ആർക്കോ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രതീകമായിട്ട് സ്ത്രീ മാറുന്നെന്നാണ് കവി പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് സ്ത്രീക്കൊരു വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ സ്ത്രീ എന്താണ് ഒരാളെ അടിയിൽ കഴിയേണ്ടത് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറാണ് ചെയ്യുന്നത് എന്ന് കവി പറയുന്നുണ്ട്. മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മം അല്പമല്പായി നീറ്റുമേതോ ചിതയിലൊരായുസ് കൊണ്ടേ സതി അനുഷ്ഠിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇനിയിപ്പം മറ്റൊരു വീടെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർതൃഗൃഹത്തിനെ കുറിച്ചിട്ടാണോ. ആ ഒരു ഭർതൃഗൃഹത്തിൽ അവിടെ എന്താണ് അടുക്കളയിൽ മാത്രം ജീവിതം നീക്കിക്കൊണ്ടുപോവാൻ പറ്റുന്ന എത്രയോ പെങ്ങന്മാരെ കുറിച്ചിട്ടാണ് ഇവിടെ കവി പറയുന്നത് അല്ലേ. അടുക്കളയിൽ മാത്രം അരങ്ങത്തേക്ക് വരാതെ ഭർതൃഗൃഹത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന എത്രയോ പെങ്ങന്മാരെ കുറിച്ചിട്ട് സതി അനുഷ്ഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു അകത്തളങ്ങളിൽ നിൽക്കുന്ന ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് കവി ഇവിടെ പറയുന്നത് കേട്ടോ. താഴെ പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിൻ്റെ അറ്റം വരെ ചുമടേറ്റുമ്പോൾ കൈവരും നേട്ടത്തിനായി മേലാളെന്നു കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ, മെയ്യഴകിൻ്റെ ദുരന്തം വരിപ്പവൾ, നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, അതായത് ഫസ്റ്റ് 2 ലൈൻസിൽ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി അല്ലേ, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്താണ് ജീവിതാവസാനം വരെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരമ്മയെ അല്ലേ, ചുമട് പേറുന്ന വരെ
ഇത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ കുറവല്ല അല്ലെ. താഴെ പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിൻ്റെ ഏറ്റം വരെ ചുമടേറ്റുമ്പോൾ. അപ്പം എന്താണ്, അവളുടെ ജീവിതാവസാനം വരെ സ്വന്തം കുട്ടികൾക്കും മറ്റുമായിട്ട് ജീവിതം കളയുന്ന സ്ത്രീകളെ കുറിച്ച് കവി ഇവിടെ പറയുന്നു. കൂടാതെ എന്താണ്, കൈവരും നേട്ടത്തിനായി മേലാളെന്നു കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ അല്ലേ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥർക്ക് അല്ലേ കൈക്കൂലിയായിട്ട് എത്രയോ പെൺകുട്ടികളെ കാഴ്ചവെക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ അതിനെയാണ് ഇവിടെ ആ ഒരു 2 ലൈൻസിൽ പറയുന്നത്. മെയ്യൊഴകിൻ്റെ ദുരന്തം വരിപ്പവൾ. അവിടെ എന്താണ്, അതായത് ചില പെൺകുട്ടികൾക്ക് സൗന്ദര്യവതികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അത് ആപത്തായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥർക്കുള്ള അല്ലെങ്കിൽ സ്വന്തം അധികാരത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും സ്വന്തം സഹോദരിമാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീവർഗത്തെയോ ബാക്കിയുള്ളവർക്ക് കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അതിനെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവർ. അതായത് ഇവിടെ എന്താണ്, ചില അമ്മമാരുടെ കഥ പറയാന്നുണ്ടെങ്കിൽ അത്രയ്ക്കും പരിതാപകരമായിട്ടുള്ളതാണ്. ഇപ്പം മുലപ്പാൽ കൊടുക്കുന്ന ടൈമിൽ വരെ എന്താണ്, അവൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ഊട്ടാനുള്ള സൗകര്യം കിട്ടാതെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്താണ്, അതിന് മറ്റുള്ളവരുടെ കഞ്ഞിക്ക് വക നേടാൻ വേണ്ടിയിട്ട് അവൾക്ക് ജീവിതം ഒഴിയേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹാസാഗരം എന്നൊക്കെ പറയല്ലേ. ചിലവർക്കത് ഭയങ്കര കഠിനമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കേസിലും ഇതേ തരത്തിലാണെന്നാണ് കവി പറയുന്നത്. സ്വപ്നങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ ബലി ദർഭകളായ ശ്രുനീരോടെ വീഴ്ത്തുവോൾ. പാപികളാൽ കല്ലെറിയപ്പെടുന്നവൾ ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ. പൂവായി വിരിഞ്ഞു പുഴു തിന്നു തീർപ്പവൾ. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. തന്മക്കൾ തങ്ങളിൽ കൊന്നുകളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞു കത്തുന്നവൾ. അപ്പം ഈ ഒരു ലൈൻസിൽ എന്താണ് പറയുന്നത്, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളെയൊക്കെ മാറ്റിവെച്ച് അവൾ അത്രയ്ക്കും കണ്ണുനീരോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യ 2 ലൈൻസിൽ അതാ പറയുന്നത്. സ്വപ്നങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ ബലിദർഭകളായ അശ്രുനീരോടെ വീഴ്ത്തുവോൾ. പാപികളാൽ കല്ലെറിയപ്പെടുന്നവർ എന്താണ്, പാപം ചെയ്തവരാൽ തന്നെ ചിലർ കല്ലെറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം നിത്യവും ബന്ധുജനങ്ങളിൽ നിന്ന് ഏൽക്കുന്ന ശാപവാക്കുകൾ കേട്ടിട്ട് അല്ലേ, ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ. എന്താണ്, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എന്താണ് എല്ലാവരുടെയും ശാപവാക്കുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് അവർക്ക് അനുഭവിക്കേണ്ട പല ദുഃഖങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ശാപവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഈ ഒരു സ്ത്രീയുടെ അവസ്ഥയെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പം എന്താണ്, ഇത്തരത്തിൽ ശാപവാക്കുകൾ കേട്ട് കല്ലായിട്ടായിരിക്കും ആ സ്ത്രീയുടെ മനസ്സുണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിർവികാരമായിട്ട് കഴിയുന്ന കുറേ പേരുണ്ട് ഈ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നു. പൂവായി വിരിഞ്ഞു പുഴു തിന്നു തീർപ്പവൾ. അതായത് പൂവായിട്ട് വിടർന്നു കഴിഞ്ഞിട്ടും പുഴുവിൻ്റെ ഇരയായി തീരുന്ന ചിലരെ കുറിച്ചിട്ടാണ് കവി ഇവിടെ ധ്വനിപ്പിക്കുന്നത്. മറ്റു ചിലരാണെങ്കിലോ ഗൃഹദേവതന്മാരായിട്ട് മാറ്റപ്പെടുന്നു. എല്ലാവരുടെയും അവസ്ഥയും ഒരേപോലെയാണെന്ന് ഇവിടെ പറയുന്നില്ല അല്ലേ. ചിലർ അത്രയ്ക്കും കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ചില മഹാലക്ഷ്മി എന്ന രീതിയിലേക്ക് അല്ലേ ഗൃഹദേവതന്മാരായിട്ട് കാണപ്പെടുന്നവരുണ്ട് അല്ലേ. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. തന്മക്കൾ തങ്ങളിൽ കൊന്നുകളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞു കത്തുന്നവൾ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, മറ്റു ചിലർ ഗൃഹദേവതന്മാരായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. അപ്പം എന്താണ്, ഈ ഒരു മഹാലക്ഷ്മി എന്ന രീതിയിലേക്ക് മാറുന്നെങ്കിൽ പോലും അവർക്കും എന്താണ് ആ ഒരു ലിമിറ്റേഷൻസ് അവിടെ വരുന്നുണ്ട്. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ആ ഒരു ശ്രീകോവിലിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന തരത്തിലേക്ക് അവർ മാറുന്നുണ്ട് അല്ലേ. ജീവപര്യന്തത്തിന് വിധിക്കപ്പെടുന്ന രീതിയിലേക്ക്. കാരണം പുറത്തു പോകാനുള്ള അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ജീവിതം അവളുടെ ആ ഒരു 4 ചുമരുകൾക്കുള്ളിൽ എന്ന രീതിയിലേക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ്, മക്കൾ പരസ്പരം
തല തല്ലുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളു നീറി കഴിയുന്ന എത്രയോ അമ്മമാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തന്മനം നീറി പുകഞ്ഞു കത്തുന്നവൾ. എന്താണ്, സ്വന്തം മക്കൾ തമ്മിലുള്ള തല്ല്, വഴക്ക്, കാര്യങ്ങളൊക്കെ കണ്ട് ജീവിതം പോക്കേണ്ട ഒരു അമ്മയുടെ മനസ്സ്, കാര്യങ്ങളൊക്കെ കവി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ചന്ദനം പോലെയരഞ്ഞകിൽ പോൽ പുകഞ്ഞെന്നു മഞ്ഞർക്കായി സുഗന്ധമാകുമ്പോൾ വന്യമാം നീതി വരേണ്യമാം നീതി രാജന്യമാം നീതിയും അമ്പെയ്തു വീഴ്ത്തുമ്പോൾ രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നു മിക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവൾ. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എൻ്റെ രക്തമൻ പെങ്ങൾ നീ. ചൂഴ്ന്നെടുത്തുള്ള നിൻ രക്തഞരമ്പുപോൽ ചോന്നു തുടിക്കുമീ രാഗിയിൽ തൊട്ടു ഞാൻ. നിന്നെ അറിയുന്നു, നിൻ തുടിപ്പോരുന്നു. അപ്പം ഈ ഒരു ലൈൻസിൽ എന്താ പറയുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സ്ത്രീകളുടെ അവരനുഭവിക്കുന്ന ഒരു കുറച്ചും കൂടെ നീറ്റിൽ ഒന്നും കൂടെ പറയാണ് കവി ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ചന്ദനം പോലെ അരഞ്ഞില്ലേ, ചന്ദനം അത്രയും ക്രിസ്പായിട്ട് നമ്മൾ അത്രയും ഇതിൽ അരയ്ക്കുന്നുണ്ട് അല്ലേ, അത്രയ്ക്കും സുഗന്ധമായിട്ട് അല്ലേ, അന്യന് സുഗന്ധമായിട്ടാണ് മാറുന്നത്. സ്വയം നീറി പുകയുകയാണെങ്കിൽ പോലും അന്യന് സുഗന്ധമായിട്ട് മാറുന്നവളാണ് പെൺകുട്ടികളെന്ന് ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴാണെങ്കിലും വന്യനീതിയും വരേണ്യനീതിയും രാജനീതിയും ഒക്കെ അമ്പെയ്ത് വീഴ്ത്തുന്നത് നിന്നെ തന്നെയാണ് അല്ലേ. എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്താണ്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്, ആ ഒരു ലൈൻസിൽ ഉദ്ദേശിക്കുന്നത്. ശരിക്കും രക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് സ്ത്രീകൾ എത്തിപ്പെടുന്നതെന്നാണ് കവി പിന്നീടുള്ള വഴികളിൽ പറയുന്നത്. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നും മിക്ഷിതി ഗർഭത്തിൽ രക്ഷ നേടുന്നവൾ. അപ്പം എന്താണ്, രക്ഷിക്കാൻ കടപ്പെട്ടവരിൽ നിന്ന് പോലും രക്ഷപ്പെടേണ്ട അവസ്ഥയിലാണ് സ്ത്രീ എത്തി നിൽക്കുന്നതെന്ന്. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി. അപ്പം എന്താണ്, ശരിക്കും കവി ഇവിടെ പറയാണ്, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി മാത്രമല്ല അല്ലേ ചെയ്യുന്നത്, അവൾ പലതാണ് അല്ലേ. അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, ഭൂമിയാണ് എന്നൊക്കെ കവി അവിടെ പറയുന്നതാണ്. കൂടാതെ എന്താണ്, അവളൊരു സഹോദരി അല്ലെങ്കിൽ പെങ്ങൾ കൂടെയാണെന്നാണ് അല്ലേ. ചൂഴ്ന്നെടുത്തുള്ള നിൻ രക്തഞരമ്പുപോൽ ചോന്നു തുടിക്കുമീ രാഖിയിൽ തൊട്ടു ഞാൻ. നിന്നെ അറിയുന്നു, നിൻ തുടിപ്പോരുന്നു. അപ്പം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് ഈ ഒരു രാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദര സ്നേഹത്തെ കുറിച്ചിട്ടാണ്. അപ്പം അതെങ്ങനെയാണ്, രാഗി കടും ചുവപ്പ് നിറത്തിലുള്ളതാണ്. അപ്പം എന്താണ്, ഇത്തരത്തിൽ ഈ ഒരു രാഗിയുടെ ആ ഒരു കളറ് പോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നീയും ഇത്തരത്തിൽ നിന്റെ ഉള്ളും ഇത്തരത്തിൽ ചോന്നു തുടിക്കുകയാണെന്ന് അല്ലേ. അപ്പം അത്രയ്ക്കും തീരാ വേദനകൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നീ. അപ്പം നിന്റെ ഉള്ളിലുള്ള വിഷമം ഞാൻ അറിയുന്നുണ്ടെന്ന് കവി പറയാണ്. ചൂഴ്ന്നെടുത്തുള്ള നിൻ രക്തഞരമ്പ് പോൽ ചോന്നു തുടിക്കും ഈ രാഗിയിൽ തൊട്ടു ഞാൻ. നിന്നെ അറിയുന്നു, നിൻ തുടിപ്പോരുന്നു, നിന്റെ ദുഃഖങ്ങൾ കടിച്ചു വറ്റിച്ച് നിന്നിലെയും മഹാമംഗല ശക്തിയെ ഇന്നെൻ്റെ വാക്കുകൾ തോറ്റി ഉണർത്തട്ടെ. അപ്പോൾ എന്താണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്, ഈ ഒരു രാഗി എന്ന് പറയുന്നത് എന്താണ്, നിന്റെ ഞരമ്പാണ് അല്ലേ, ചൂന്നെടുത്തിട്ടുള്ള നിന്റെ നരമ്പായിട്ടാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം ഇതിൽ സ്പർശിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പം ഈ ഒരു ഞരമ്പിൽ സ്പർശിക്കുമ്പോൾ അല്ലേ, നമ്മൾ ഹൃദയസ്പന്ദനം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നിന്റെ ഹൃദയസ്പന്ദനം അറിയാൻ വേണ്ടി എനിക്ക് കഴിയുന്നു എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. അതായത് നിന്റെ ദുഃഖത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലേ, അത് എത്രത്തോളം ആഴത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നു. നിന്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ചിനി നിന്നിലെയും മഹാമംഗല ശക്തിയെ ഇന്നെൻ്റെ വാക്കുകൾ തോറ്റി ഉണർത്തട്ടെ. അപ്പം എന്താണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രേരണ നൽകിയത്, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിന്റെ ദുഃഖത്തിൻ്റെ കടൽ കുടിച്ചു വറ്റിച്ച് ശക്തി പുനരുജ്ജീവിപ്പിക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ എന്ന് കവി ഇവിടെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു അവസാനം ദൈവത്തോട് പറയുന്നൊരു പ്രാർത്ഥന കണക്കാണുള്ളത് അല്ലേ. നിന്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ചിനി നിന്നിലെയും മഹാമംഗല ശക്തിയെ ഇന്നെൻ്റെ വാക്കുകൾ തോറ്റി ഉണർത്തട്ടെ. ഇവിടെ തൻ്റെ സ്ത്രീ എന്ന് പറയുന്നത് പെങ്ങളാണെന്നുള്ളൊരു മനബോധത്തോടെ ആണ് കവി ഇവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ്,
ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പം ഈ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ലോകത്ത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ദുഃഖവും ദേഷ്യവും നഷ്ടബോധങ്ങളൊക്കെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായതയെ കുറിച്ചിട്ടാണ് കവിയുടെ മനസ്സിൽ അലയടിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പെങ്ങൾ എന്ന കവിതയിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ലോകത്ത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ദുഃഖങ്ങളും പലതാണ് അല്ലേ. അപ്പം ഈ ഒരു കവിതയുടെ ആസ്പദം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പറഞ്ഞത് എന്തിനെ പറ്റി. അപ്പോൾ എന്തിനെ പറ്റിയാണ് പൊട്ടിച്ചിതറുന്നു എന്ന് പറയുന്നത്? ഇവിടെ മനസ്സ്, മൗനം, സന്ധികൾ, സ്ഫടികപാത്രം, ഇതിലേതാണ് പൊട്ടിച്ചിതറുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇത് മൗനത്തെയാണ് കേട്ടോ പൊട്ടിച്ചിതറുന്നത് ആയിട്ട് കവി പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കവിയുടെ ഹൃദയത്തിൽ അലയടിക്കുന്നവയിൽ താഴെ പറയുന്നവയിൽ ഒരെണ്ണമില്ല, ഏതാണത്? ഒന്ന് ഓപ്ഷൻസ് കൊടുക്കാം. ദുഃഖം, രാഖി, രോഷം, നഷ്ടബോധം. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? അലയടിക്കുന്നവയിൽ, കവിയുടെ ഹൃദയത്തിൽ അലയടിക്കുന്നവയിൽ താഴെ പറയുന്നവയിൽ ഒന്നില്ല എന്നാണ്. അപ്പോൾ എന്താണ്? രാഖിയാണത് ഇല്ലാത്തത്. ദുഃഖവും രോഷവും നഷ്ടബോധവും ഒക്കെ കവിയുടെ ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ രാഖിയാണ്. 3 വരുന്നത്, വാർത്തയായി കെട്ടടങ്ങുന്നത് എന്താണ് വാർത്തയായിട്ട് കെട്ടടങ്ങുന്നത്? അപ്പം എന്താണ്? നമുക്കറിയാതെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ ഒരു പാചകവാതകത്തിന് തീ പിടിച്ച് മരിക്കുന്നതിനെയാണ് നമ്മൾ വാർത്തയായി കെട്ടടങ്ങുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ പാചകവാതകത്തിന് തീ പിടിച്ച് മരിക്കുന്നത് എന്നാണ് കേട്ടോ. അത് പ്രത്യേകം ആ ഒരു കവിതയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ആരോ മെനഞ്ഞ എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ് ആരോ മെനഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് മൺപാത്രം അല്ലേ, ആരോ മെനഞ്ഞ മൺപാത്രം കണക്കെ എന്നാണ് അല്ലേ അവള് പൊട്ടിത്തകരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എന്തിനാണ് ആൻസറായിട്ട് എഴുതേണ്ടത്? മൺപാത്രം എന്നാണ് ഇവിടെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദുരന്തം എന്ന പദത്തിൻ്റെ വിശേഷണമായി വരുന്നത് ഏത്? അപ്പോൾ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ദുരന്തം എന്ന പദത്തിൻ്റെ വിശേഷണമായിട്ട് വരുന്നത്? ഒന്ന് വാഴ്വിൻ്റെ, പിന്നെ രണ്ടാമത്തെ വരുന്നത് നിൻ്റെ അല്ലെങ്കിൽ മെയ്യഴകിൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യം കൂടുതലുള്ള സ്ത്രീകൾക്ക് ചില സമയത്ത് എന്താണ് ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടെന്ന് കുറച്ച് മുൻപേ കേട്ടതേ ഉള്ളൂ അല്ലേ, മേലുദ്യോഗസ്ഥർക്കായാലും മറ്റും എന്താണ് കാഴ്ചവെക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മെയ്യഴകിൻ്റെ എന്നാണ്. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു കവിതയിലൂടെ മനസ്സിലായത്? അതായത് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെ കുറിച്ചിട്ടാണ്. പൊതുവെ ചില സ്ത്രീകൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പല തെറ്റുകളും ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് അല്ലേ. സ്ത്രീകളുടെ മാനസിക ദുഃഖങ്ങളെ അടുത്തറിയാൻ ശ്രമിച്ച കവി പെങ്ങൾ എന്ന കവിതയിലൂടെ സ്ത്രീകളുടെ പല സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നന്നേ വേദന അനുഭവിക്കുന്നവരാണ് ഇവർ വരുന്നത്. ഇപ്പം നമുക്കറിയാം അല്ലേ, സമകാലീനിക ഇതിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചും യാത്രക്കിടയിൽ അപമാനിതയായിട്ടൊക്കെ, കൂടാതെ ജോലി സാധ്യതയ്ക്കായി കൈക്കൂലിയായി കൊടുത്തും ജീവിതം ഹോമിക്കപ്പെടുന്ന നിരവധി പേരെ കുറിച്ചിട്ട് കവി ഇവിടെ പരാമർശിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറിച്ച് വെച്ച് ഒരു സ്ത്രീ പലതും ഉപേക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. ചില സ്ത്രീകൾ എന്താണ് വരുന്നത്, പൂജാമുറിയിലെ ബിംബങ്ങളായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കവിത ഇവിടെ ഇപ്പം അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ടൊന്നെ കവിത വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 or 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് കവി ഇതിലൂടെ പറയുന്നതെന്ന് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.